ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും സാധാരണയായിട്ട് വിരുന്നുകാരൊക്കെ വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ നമ്മളെല്ലാവരും ചിക്കൻ പൊരിക്കാറില്ലേ? ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാവില്ല എല്ലാവരും പൊരിക്കുക, എല്ലാവരും ഒരേ രീതിയിലൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ ചിക്കൻ പൊരിക്കൽ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കുക. നല്ല എരിവുള്ള മുളക് പൊടി ആവശ്യത്തിന് നമ്മൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 സ്പൂൺ നിറയെ ചിക്കൻ മസാല, ഒരു ഇത്തിരി പെരിഞ്ജീരകം, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇനി എന്താ വെച്ചാൽ 2 ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, കുറച്ച് മല്ലിച്ചപ്പ്, ഇത്തിരി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് ഈ ഒരു മിക്സിൻ്റെ ജാറിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത പേസ്റ്റ് ഇതൊക്കെ ഒഴിക്കുക കേട്ടോ. കുറച്ച് വെല്ലുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇങ്ങനെ നല്ല രീതിക്ക് ഞരടി കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ഉള്ളിയൊക്കെ എടുത്തിട്ട് അപ്പോഴാണ് നമ്മൾ ഒരു പൊരിച്ച ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ നേരമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ നേരമെങ്കിലും വെക്കണേ. എന്നാലാണ് ആ മസാലകളൊക്കെ കൊണ്ട് പിടിച്ചിട്ട് നല്ല അങ്ങോട്ട് സെറ്റായി വരുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജ് കൊണ്ടാക്കിയാൽ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. നമ്മളെ ചിക്കതാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിൻ്റെ ഫലമായിട്ട് നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇത് വേഗം പൊരിച്ചെടുക്കുക. ആ ചൂടായി നിൽക്കണ എണ്ണയാണേ. ഇട്ടുണ്ട് വറുത്ത് കോരന്നെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത പറയാണ്ട് കേട്ടോ. നമ്മളെ ഗ്യാസ് തീർന്നിട്ടുണ്ട് ഗൈസ്. ഇന്നിപ്പോൾ ഒരു സൗണ്ടൊന്നും കേൾക്കാത്ത വെച്ച് നോക്കിയതാ. അപ്പോൾ ഗ്യാസ് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഇനി അടുക്കളയിൽ കൊണ്ടുപോയിട്ട് നമ്മളെ വീട്ടിലത്തെ ഗ്യാസിൽ ഉണ്ടാക്കണം. അപ്പോൾ അവിടെ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ മാക്സിമം അത് പൊരിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ഈ ഒരു ഗ്യാസിൻ്റെ കുറ്റി ഒന്ന് ചേഞ്ച് ചെയ്യും കൂടി വേണം. അപ്പോൾ പകുതിക്ക് വെച്ചിട്ട് നമ്മളെ ഗ്യാസ് കുറ്റി തീർന്നതിൻ്റെ ആ ഒരു കാരണത്തിൽ ഇത് ഫുള്ള് പൊരിക്കണം എനിക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ല. എന്താ ഞാൻ പറയാം എൻ്റെ വ്യൂവേഴ്സിനോട്, ക്ഷമിക്കണം, അല്ല ഒന്നും പറയാനില്ല. അടുക്കള ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടാണ്, പിന്നെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഇത് ക്ലിയറായിട്ട് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പോൾ പൊരിച്ചത് എങ്ങനെയാ വെച്ചാൽ കണ്ടില്ല, വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്തേക്ക് തന്നെയാണ്. ഇനി നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ചിക്കൻ പൊരിക്കണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ പ്രോസസ്സിങ് മാത്രമല്ലേ ഉള്ളൂ, വ്യത്യസ്തമായിട്ട് പല രീതിയിലുള്ള ഉണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പില പൊരിച്ചതും അതിലിത്തിരി മല്ലിയിലയും കൂടി മിക്സ് ചെയ്ത് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ സമയം കളയാല്ലേ, നമുക്ക് വേഗം തന്നെ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ പൊറോട്ടേൻ്റെ മുകളിലേക്ക് ആയിട്ട് തന്നെ നമുക്കിതാ കുറച്ച് പീസാണ് എടുത്തേക്ക് കേട്ടോ. സമയം ഒരുപാട് വൈകി. ഈ വൈകിയ വേളയിൽ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ, ഇതിനെന്താ പേരിടുക എനിക്ക്? ഇതിന് ചിക്കൻ പൊരി. ഞാൻ വിചാരിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള പേരെന്നീ പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ചിക്കൻ പൊരി ഇപ്പൊ എല്ലാരും കഴിക്കല്ലോ, എല്ലാരും ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഈ ഒരു ടേസ്റ്റ് ചിലപ്പോ എനക്ക് വ്യത്യസ്തമായിരിക്കും. കാരണം എന്റെ അമ്മ ഉണ്ടാക്കണതാ ഇങ്ങനെ ആവൂല അല്ലേ? എനിക്കറിയില്ല, ഞാൻ കഴിച്ചില്ലല്ലോ. ഇത് കഴിച്ചു നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ. അമ്മ ഉണ്ടാക്കണേ കഴിച്ചില്ലേ? അമ്മ ഉണ്ടാക്കണേ കഴിച്ചിന്. അതെ, എനിക്ക് ചിക്കൻ ഐറ്റംസിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ചിക്കൻ പൊരിയാണ്. അതുകൊണ്ട് എന്തായാലും എനിക്ക് തന്നെ ടേസ്റ്റ് ആണെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആ ടേസ്റ്റ് ചെയ്താലോ? നിങ്ങൾ കുടിക്ക്. എനിക്ക് പൊറോട്ട ഒന്നും വേണമെന്നില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ ഞാൻ കഴിക്കും. എന്നാലും പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിച്ചു നോക്കാം. നല്ല പീസൊക്കെ എടുക്കട്ടെ, കഴിക്കാം കേട്ടോ. ആളവിടുന്ന് അഭിപ്രായം പറയല തുടങ്ങിന്. കഴിക്കി നീ പറയും. ടേസ്റ്റിന് മാറ്റമുണ്ട്, അതുള്ള തന്നെയാണ്. ഞാൻ കഴിക്കട്ടെ. നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേ രീതിക്ക് ഉണ്ടാക്കി കഴിക്കുന്ന നമ്മളെ വ്യൂവേഴ്സ് ഉണ്ടാവും.
അപ്പോൾ ഓല അതിൻ്റെ കൂടെ പറയുണ്ടാവും ഇത് ഞങ്ങൾ ഉണ്ടാക്കലുണ്ടെന്ന്. അപ്പോൾ അവർക്ക് നിശ്ചയുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രം ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ. അപ്പോൾ ഒരു ഇതേ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു, പൊള്ളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഇതേ രീതിക്ക് തന്നെ ചിക്കൻ പൊരിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അമ്മേനോട് ഇതേപോലെ ഉണ്ടാക്കാൻ പറയണം. ഇത് രസമുണ്ട്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ പൊരി എന്നൊക്കെ മാറ്റമുണ്ട്. അങ്ങനല്ല, ചിക്കൻ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, അതാണ്. അധികം ഹാർഡായിട്ടില്ലല്ലോ, സോഫ്റ്റ് ആയിട്ടില്ല. പിന്നെ ഇത് പൊരിക്കുമ്പോൾ ചെറിയ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. ആദ്യം നല്ലോണം വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഓവർ ചൂട് വേണ്ട. എന്നിട്ട് പിന്നെ ചെറിയ രീതിയിൽ അങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിക്കായി വരും. ഇതെന്തത് ആ വ്യത്യസ്തത ടേസ്റ്റ് കിട്ടാൻ എന്താ എനിക്കറിയില്ല. സാധാരണ എങ്ങനെ ചിക്കൻ പൊരിക്കാൻ എനിക്കറിയില്ല. എന്താണ് അതിന് എന്ത് മാറ്റാണ് ചെയ്തത്? സാധാരണ ടേസ്റ്റ് ചിക്കൻ പൊരിന്ന് മാത്രമുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ അത് എന്ത് ചെയ്തപ്പോഴാണ് ഇതേപോലെ ആയി നിങ്ങൾക്ക്? അങ്ങനെ ആയത് എന്താ വെച്ചാല് നമ്മൾ ആ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതിൽ നല്ലോണം ഞരടി ചേർത്തല്ലോ. സാധാരണ ചെയ്യുമോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. നമ്മളിപ്പോ ഈ ചിക്കൻ പൊരിക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഉള്ളിന്റെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഈ ഉള്ളിയൊക്കെ മുറിച്ചിടും, പച്ചക്ക് മുറിച്ചിടും, ഇങ്ങനെ ചുറ്റുഭാഗം മുറിച്ചിടും. അതെ, അല്ലാതെ ഇതേപോലെ ഒരു മസാല ഉള്ള ഒരു കണ്ടില്ല. ഇതിപ്പോ കണ്ടാല് എന്താ പറയാ, ഒരു മസാല കൂടിയൊരു പൊരി പോലെ തോന്നണില്ലേ? അതായത് ഉള്ളീൻ്റെയും ആ ഒരു ഗ്രേവി കൂടിയൊരു പൊരി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പള്ളി വെക്കണു. മറ്റേത് പറഞ്ഞ ഒരു ഡ്രൈ ആയിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അതുമത്ര മസാല ഉണ്ടാവില്ല. ഇതുമ്മ കുറച്ച് മസാല ഉണ്ട്. മറ്റേത് അത് ആ ചിക്കൻ്റെ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇങ്ങനെ കാണും. പൊരിച്ചു വെച്ചാലും ഇതിന്റെ കളർ തന്നെ നോക്കിയാ ഉണ്ടോ, നല്ലൊരു ഡാർക്ക് കളറായി വന്നിട്ട്. അതൊക്കെ ആ ഉള്ളി അങ്ങനെ ചേർത്തോണ്ടാണ്. പിന്നെ എന്താ പറയാ, സാധാരണ അങ്ങനെ അവര് കരിഞ്ഞാലാണോ? ഞാൻ കരിഞ്ഞിട്ട് വെച്ചിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പാകമായിട്ട് അമ്മ കഷ്ണം പോയി ഇതാണ്ടില്ലേ. നീ ടെസക്കൊന്ന് കൊടുക്കട്ടെ, ടെസ കുറെ നേരമായി. സാധാരണ ഞാനാണ് ടെസ്റ്റ് കൊടുക്കല്, ഇന്നിപ്പോൾ മനുവാണ് ടെസ്റ്റ് കൊടുക്കാൻ പോയത്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല അടിപൊളി ചിക്കൻ തന്നെയാണ്. അപ്പം ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, നേരത്തെയും പറഞ്ഞു, ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ ഈ ഒരു അടിപൊളി ചിക്കൻ പൊരിച്ചത്. അപ്പോൾ ഇതുവരെ നമ്മളെ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താന്ന് പറയാലോ, അതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.